ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എന്ത് പറയണം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എല്ലാവരും സൺഡേ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ സൺഡേ വിശേഷങ്ങളാണ് ഉള്ളത് കേട്ടോ. ഇന്നൊരു വിരുന്നുകാരി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ വരാൻ പറ്റിയില്ല. അമ്മയുടെ അനിയത്തി കുഞ്ഞളാമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേനെ കാണാനായിട്ട്. അപ്പോൾ ആൾക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വീടിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, സെൻസൈഡ് വീരൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കായിട്ട് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാലത്തെ പരിപാടിയായിട്ടുള്ള ചായ വയ്ക്കൽ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇവിടെ നിർബന്ധമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ചായയൊക്കെ. അപ്പോൾ നമ്മുടെ കട്ടൻ ചായ വെക്കണ പരിപാടിയാണ്. എണീറ്റ് വന്ന അപ്പം തന്നെയുള്ള പരിപാടി തന്നെയാണ് കട്ടൻ ചായ വയ്ക്കൽ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. പിന്നെ ഇറച്ചിയും കാര്യങ്ങളൊന്നും വാങ്ങിക്കലില്ല. കുറേ നാളായി മീൻ വാങ്ങിച്ചിട്ട്. അപ്പോൾ മീനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം മീൻകാരനെ കണ്ടപ്പോൾ മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ കറി മീൻ വറുത്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയണത്. മീൻ വാങ്ങിക്കാനായിട്ട് പ്രധാന കാരണം അമ്മയുടെ അനിയത്തി അമ്മേനെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മീൻ വാങ്ങിച്ചത്. അപ്പോൾ ആൾ വന്നില്ല, ആൾക്ക് വരാനായിട്ട് പറ്റിയില്ല. അപ്പോൾ തിങ്കളാഴ്ച വരാമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അത് നമ്മുടെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇവിടെ കുഞ്ഞിപ്പെണ്ണിന് ഇപ്പോൾ നിർബന്ധമായി തുടങ്ങിയിട്ടാണ് ചായ കുടിക്കണത്. അത്ര ഹെൽത്തി ഒന്നും അല്ലയെന്ന് അറിയാം, എന്നാലും ചെറിയൊരു വാശിയൊക്കെ മാറാനായിട്ട് ഇത്തിരി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ മേത്തുനിന്ന് അവൾ ഇറങ്ങില്ല കേട്ടോ കുഞ്ഞിപ്പെണ്ണ്. അപ്പോൾ ചെറുതായിട്ടൊരു കടുപ്പത്തിൽ തന്നെയാണ് കൊടുക്കൽ. വലിയ കടുപ്പത്തിലൊന്നും കൊടുക്കലില്ല. ചെറുതായിട്ടൊരു കടുപ്പത്തിൽ കുഞ്ഞിപ്പെണ്ണിനും ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടാറാനായിട്ട് പാർത്തി വെച്ചിട്ടുണ്ട്. അവൾ എന്തായാലും ഒരു 6:30 ആകുമ്പോഴേക്കും എണീക്കും. ഇപ്പോൾ സമയം 6:15 കഴിഞ്ഞിട്ടുള്ളൂ. 6:30 6:45 ആകുമ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് എണീറ്റ് വരും. അപ്പോൾ എന്തായാലും അവൾക്ക് ചായ വേണം. അപ്പോൾ അവൾക്ക് ചൂടാറാനായിട്ട് ഒരു ഗ്ലാസ്സിൽ, അവളുടെ ഒരു കുഞ്ഞു ഗ്ലാസ് ഉണ്ട്, അതിനകത്ത് ഒരു ഗ്ലാസ് പാർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ മീൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അത് തുറന്ന് അതിലേക്ക് വെള്ളം ഒഴിച്ചിടാം കേട്ടോ. നമുക്ക് മീനിൻ്റെ ഒരു ഐസ് മരമല്ലേ നമുക്ക് നന്നാക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ തന്നെ പണികളൊക്കെ കഴിക്കാൻ എല്ലാവരും കുഞ്ഞെല്ലാം വരുമ്പോഴേക്കെല്ലാം പണികളൊക്കെ കഴിച്ചിരിക്കുക എന്നുള്ളൊരു ഇതിലാണ് നേരത്തെ എൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഒരു 9 മണി 10 മണി ആയപ്പോഴേക്കും നമ്മുടെ പണികളൊക്കെ അതായിട്ട് കഴിഞ്ഞു കിട്ടാം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണ്, അതൊന്ന് അലിയാനായിട്ട്. ഐസൊന്ന് അലിഞ്ഞ് പോകണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് എണീറ്റുണ്ട്. അപ്പോൾ അവളുടെ പൂവ് കപ്പിൽ അവൾക്ക് ചായ പാർത്തി വയ്ക്കണതാണ് കേട്ടോ. അവൾ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബിസ്ക്കറ്റും ചായയും കൂടിയിട്ട് ഒരു 3-4 ബിസ്ക്കറ്റ് കഴിക്കും എണീറ്റ് വരുമ്പോൾ തന്നെ. നല്ല വിശപ്പ് ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് അവൾക്ക് ചായ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരി കഴുകി കലത്തിലിട്ട് താഴ്ത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ. താഴത്താണ് നമ്മൾ തീയായിട്ട് കത്തിക്കണമെന്ന് അറിയാലോ. പുറത്തടുപ്പിലാണ് നമ്മൾ കത്തിക്കലൊക്കെ. ചോറ് വയ്ക്കൽ മാത്രം കേട്ടോ, വേറെ ഒന്നുമില്ല. ചോറ് വയ്ക്കലും കുളിക്കാനായിട്ട് വെള്ളം ചൂടാക്കലും അവിടെയാണ്. അപ്പോൾ നമുക്ക് അരി കഴുകിയിട്ട് കലത്തിലിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം. നല്ല മഴയായിരുന്നു കേട്ടോ. അത് കാരണം അടുപ്പിൻ്റെ അവസ്ഥ എന്താവും അറിയില്ല. അടുപ്പ് എന്തായാലും മൂടി വയ്ക്കാറുണ്ട്. അപ്പോൾ അടുപ്പിൻ്റെ അവസ്ഥ ചിലപ്പോൾ നല്ല കാറ്റും ഇതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കത്താൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പോൾ മൂടി വയ്ക്കണ കാരണം വലിയ കുഴപ്പമില്ല. എന്നാലും അടിയിൽ നല്ല നനവുണ്ടാവുമല്ലോ. നല്ല മഴ എന്ന് പറയാനായിട്ട് ചെറുതായിട്ടൊന്ന് ചാറിയാലും നമുക്കിവിടെ ഒരു വലിയ മഴയാണ് കേട്ടോ. ഈ ഷീറ്റിൻ്റെ മുകളിൽ വീഴുമ്പോൾ നല്ല സൗണ്ടിലാണല്ലോ കേൾക്കൽ. അപ്പോൾ അത്യാവശ്യം നല്ല പോലെ ചാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല കാറ്റുള്ള കാരണം ഷൂ എന്നും പറഞ്ഞിട്ടാണ് സൗണ്ട് എൻ്റെ മുകളിൽ വീഴുമ്പോൾ. അപ്പോൾ നല്ല തണുവായിരുന്നല്ലോ അല്ലേ. ഇന്നലെ വൈകുന്നേരം നിങ്ങൾക്കൊക്കെ മഴയുണ്ടായിരുന്നോ? ഇവിടെ നല്ല മഴ ഇടിവെട്ടും കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അരിയൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് അടപ്പത്തേക്ക് വെക്കണം കേട്ടോ. കലത്തിൽ വെള്ളം ഒഴിച്ച് വെക്കണം.
അങ്ങനത്തെ അവിടെ നമ്മൾ അരിയൊക്കെ കൊണ്ട് വെച്ച് ഞാൻ കത്തിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അരിക്കലൊക്കെ കൊണ്ട് കത്തിച്ച് വെച്ചിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണ് പല്ലേക്കാനായിട്ട് പേസ്റ്റ് കൊണ്ട് വന്നതാണ് എടുത്തിട്ടാ. അപ്പോൾ അതേ കുഴപ്പമില്ലാണ്ട് രീതിയിൽ കത്തണുണ്ട്. നല്ല നനവൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ അടുപ്പ് നനഞ്ഞിട്ടില്ല, നല്ല ഇത്തിരി ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അതേ നമ്മുടെ മീനൊക്കെ അതേ തണവൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 7:30 മണിയായിട്ടുണ്ട് കേട്ടോ. 7:30 സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മീനൊക്കെ നന്നാക്കിയിട്ട് കറി വെക്കാനായിട്ട് നോക്കാം. ചാളയാണ് കിട്ടിയത് കേട്ടോ. ചാള, നാടൻ ചാള കിട്ടിയിട്ട് കുറേ നാളായി. അല്ലെങ്കിൽ അതിലേക്കാണ് കിട്ടാറ്. ഒരു ടേസ്റ്റ് ഉണ്ടാവാറില്ല കേട്ടോ മീനൊന്നും. ഇത് വലിയ കുറേ നാളായിട്ട് കഴിച്ചിട്ട് മീനൊക്കെ. അപ്പോൾ അതിൻ്റെയാന്ന് തോന്നുന്നുണ്ട് ടേസ്റ്റൊക്കെ തോന്നിയത്. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും മീനാന്ന് പറഞ്ഞ് കൂട്ടാലോ അല്ലേ. ഇപ്പം എല്ലാത്തിനും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ഒരു മാതിരി മണോ ടേസ്റ്റ് ഇല്ല മീൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ നന്നാക്കിയിട്ട് വന്നിട്ടുണ്ട്. പുറത്ത് പോയിട്ട് നന്നാക്കി വന്നത് കേട്ടോ. അകത്ത് അങ്ങനെ ചാളയൊക്കെ ആക്കുമ്പോഴത്തേക്കും മണ്ണൊക്കെ ഉണ്ടാവും. അത് കാരണം പുറത്ത് പോയിട്ട് നന്നാക്കിയിട്ട് വന്നു. പിന്നെ അത് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടൊന്ന് കഴുകി വെടുപ്പാക്കണം. കല്ലുപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പൊടിപ്പ് ഇപ്പോൾ കല്ലുപ്പ് ഇപ്പോൾ നമ്മൾ ചോറിലിടാൻ മാത്രമേ കല്ലുപ്പ് എടുക്കാറുള്ളൂ. അപ്പോൾ വലിയ കാര്യത്തിൽ ഉപയോഗമൊന്നുമില്ല. അത് കാരണം വാങ്ങിക്കൽ കുറവാണ് കല്ലുപ്പ്. പൊടിപ്പുണ്ട്, പൊടിപ്പ് ഇട്ടിട്ടാണ് കഴുകിയത്. അപ്പോൾ നല്ല പോലെ കഴുകി വെടുപ്പാക്കി എടുക്കാം. അതിൻ്റെ ഇടയിൽ ഒരു കോള് വന്നതാണ് കേട്ടോ. അപ്പോൾ അതേ കോളൊക്കെ എടുത്ത് വർത്താനം പറഞ്ഞ് കഴിഞ്ഞതേ വന്നിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ നല്ല വെടുപ്പായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കഴുകി നമുക്ക് കറി വയ്ക്കാനായിട്ട് നോക്കാം. മീൻ വറക്കാനുള്ളത് വരഞ്ഞ് മാറ്റി വയ്ക്കുക. അതിനകത്തോട്ട് വലിയ കാര്യത്തിലുള്ള മസാല ഒന്നും ഇടുന്നില്ല കേട്ടോ. മറ്റേ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് മീൻ വറക്കാനുള്ളത് വയ്ക്കാം. ബാക്കി നമുക്ക് കുറച്ച് ഒരു 5-6 മീൻ കറി വയ്ക്കാനായിട്ട് എടുക്കാം കേട്ടോ. മീൻ വറുത്തത് തന്നെയാണ് ഇവിടെ കൂടുതലും ചിലവാവൽ. മീൻ കറിയിൽ മീൻ വലിയ ചിലവാവലില്ല. എന്നാലും ഇത് വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. കുറേ നാൾക്ക് ശേഷം വെച്ചതാണ്, അത് കാരണം തന്നെയായിരിക്കും മീൻ കറി ചിലവായത്. അപ്പോൾ നമുക്ക് മീനിൻ്റെ തല വറക്കണയിൽ ഇടാണ് കേട്ടോ. തലഭാഗമില്ലേ, കണ്ണിൻ്റെ ഭാഗമൊക്കെ, അത് വറക്കണയിലേക്ക് മുറിച്ചിട്ടിട്ടുണ്ട്. ബാക്കി കറി വെക്കണയിലേക്ക് 2 കഷ്ണമായിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മീൻ കറി വെക്കണത് മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണമൊന്നുമില്ല കേട്ടോ. പിന്നെ മീൻ കറിക്ക് നാളികേരം അരയ്ക്കണ സമയമായിപ്പോഴേക്കും കറണ്ട് പോയിട്ടാണ്. അപ്പോൾ പിന്നെ നാളികേരം അരയ്ക്കണമൊന്നും കാണിച്ചില്ല. ഒരു 7:45 ആയിപ്പോഴേക്കും നമുക്ക് 7:45 8 മണി ആയപ്പോഴേക്കും നമുക്ക് പാല് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ പാൽ ചായ വെച്ച് കുടിച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് പാൽ ചായയൊക്കെ ഒന്ന് വെച്ച് വെക്കാൻ അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് മീനിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വരുമ്പോഴേക്കും അത് തിളച്ച് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് മീനിലേക്കുള്ള സാധനങ്ങൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇടാം. അതുപോലെ തന്നെ നമ്മുടെ മീൻ വറുക്കാനുള്ളതിലേക്കും ഇടാം കേട്ടോ. ഞങ്ങൾക്കിങ്ങനെ രണ്ടും ഒരുമിച്ച് ചെയ്യുമ്പോൾ എനിക്ക് പല അബദ്ധങ്ങളും പറ്റാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെ ഇല്ല, അതിന് മുമ്പത്തെ ദിവസം മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മീൻ കിട്ടിയത് ചാളല്ല, എന്തോ വേറൊരു മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, കൊഴുവ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞ മീനില്ലേ, കൊഴുവ, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെച്ചപ്പോഴേ അത് കുറേ നാൾക്ക് ശേഷം ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ആ വിശേഷം നടന്നിട്ട്. അപ്പോൾ അത് കറി വെച്ചപ്പോൾ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസമുണ്ട് കറി വെച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്നൊക്കെ ചേട്ടനടുത്ത് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി കൊടുത്തു. എന്നിട്ടും എന്തെങ്കിലും കുറവുണ്ട്. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തെങ്കിൽ അപ്പോൾ എനിക്ക് എന്തോ ഒരു വലിയൊരു കുറവ് പോലെ തോന്നിയിട്ടാണ്. അപ്പം ഞാൻ കുറവുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒന്നും കുറവില്ല. അപ്പം അമ്മോട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് അങ്ങനെ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ വലിയ കാര്യത്തിലായിട്ട് കിട്ടില്ല. മറ്റേ റേഡിയേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നാവിലെ ബഡ്സൊക്കെ, നമ്മുടെ ടേസ്റ്റ് ബഡ്സൊക്കെ തിരിച്ച് ഡാമേജൊക്കെ പറ്റിയിട്ടുണ്ട്. കാരണം വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മയും പറഞ്ഞു എന്തോ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു കുഴവില്ല എന്ന് പറഞ്ഞു. പിന്നെ ടേസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചപ്പോഴാണ് ഞാൻ പുളി ഇടാനായിട്ട് മറന്നുപോയി. കുടംപുളി ഇട്ടല്ലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ മീൻ കറിക്കൊക്കെ. പുളി ഇടാനായിട്ട് മറന്നുപോയി. പുളി അതിൻ്റെ ഒരടുത്തോട് പോലും പോയിട്ടില്ല. അപ്പോൾ ഞാൻ ചേട്ടനോട് ടേസ്റ്റ് നോക്കി, ചേട്ടൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ കുടപ്പുളി തിളപ്പിച്ചൊഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. അതിൻ്റെ പുളി
കിട്ടാനായിട്ട്. പിന്നെ ഒരു മാങ്ങയും കൂടി ഇട്ടു. മാങ്ങ വെച്ചിട്ടുണ്ടെങ്കിൽ തീശ് ചെനപ്പ് വന്നാകണം, കാരണം നേര് മധുരം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മാങ്ങ ഇട്ടു, അതിൻ്റെ കൂടെ കുടംപുളി ഇട്ടു. അത് കാരണം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിച്ചപ്പോൾ അപ്പം ഞാൻ ഇതിലേക്ക് വേഗം ഫസ്റ്റ് തന്നെ ഇട്ടത് കുടംപുളിയാണ്. കുടംപുളി ഇടാനായിട്ട് മിക്കവാറും മറക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഓർമ്മ വരുമ്പോൾ അപ്പം തന്നെ കുടംപുളി ഇടും. വേറെ ഒന്നും ഇട്ടില്ല എന്നുണ്ടെങ്കിലും കുടംപുളി ഇട്ട് വെക്കും ആദ്യം. അപ്പോൾ അതേ കുടംപുളി ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഇഞ്ചി ചതച്ചിട്ടിട്ടുണ്ട്, വേപ്പില ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ മുളക്, നല്ല മുളക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മുടെ സാമ്പാർ മുളകില്ലേ, ആ മുളകാണ് അതിനോട്ടോട്ട് അരിഞ്ഞിട്ടത് കേട്ടോ. അങ്ങനെ മീൻ കറിക്കും മീൻ വറുത്തലിക്കുള്ള സാധനങ്ങളൊക്കെ പറ്റി വരയ്ക്കണേൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചായ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ അരിയല്ല, നമ്മുടെ നാളികേരമൊക്കെ അരച്ചത്. നാളികേരം അരച്ചപ്പോൾ ഞാൻ വീഡിയോ ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് പിന്നെ എന്തിട്ട് വീഡിയോ പിടിക്കാനായിട്ടില്ലേ. അതൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കറിയിലേക്കൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പുറത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ മീൻ പൊരിക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് റെഡിയാക്കാം. അപ്പോഴേക്കും നമ്മുടെ മീൻ വറുത്തൊക്കെ റെഡിയാകുമ്പോഴേക്കും നമ്മുടെ മീൻ കറിയും പാകമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മീൻ വറുത്തതും മീൻ കറിയൊക്കെ ഒരുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ മീൻ മറിച്ചിടേണ്ട സമയം കൊണ്ട് തന്നെ മറിച്ചിടാനുള്ളൊരു വേവായിപ്പോഴേക്കും നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീയൊന്ന് കുറച്ച് വെച്ചതാണ് കേട്ടോ, നന്നായിട്ട് അങ്ങോട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചു. പിന്നെ നമ്മുടെ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് അപ്പുറത്തെ സൈഡൊന്നും പൊരിച്ചും കൂടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻ കറിയും മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കട്ടെ. പിന്നെ ഉള്ളി കാച്ചണ പരിപാടിയാണ്. ഉള്ളിയും കൂടി കാച്ചി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടാൻ പണി കഴിഞ്ഞു. ചോറ് നേരത്തെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. ചോറ് ഞാൻ ഊറ്റി കൊണ്ട് വന്നു കേട്ടോ. നേരത്തെ തന്നെ ഒരു 6:15 ആയിപ്പോഴേക്കും, 6:15, 6:30 ആയിപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ അരി അടപ്പത്തിട്ടണ കാരണം വേഗമായി കിട്ടി. 7 മണി 7:45 ആയിപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മീൻ വറുത്തത് മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കൂട്ടാൻ കാച്ചാനുള്ള പരിപാടി നോക്കാം കേട്ടോ, ഉള്ളി മൂപ്പിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമുക്ക് ഉള്ളി നൈസായിട്ട് അരിഞ്ഞിടണം കേട്ടോ അതിന്. അപ്പോൾ ഇങ്ങനെ അരിയുമ്പോൾ എൻ്റെ കൈ മുറിയുന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാൻ മുകളിലോട്ട് ഇങ്ങനെ അരിയണത് കേട്ടോ. മുകളിലോട്ട് അരിയുമ്പോൾ എനിക്കൊരു സേഫ് തോന്നുന്നുണ്ട്. അങ്ങനെ മീൻ കറി കാഴ്ചവെക്കലായി, മീൻ വറുത്തതും റെഡിയായി കഴിഞ്ഞു കേട്ടോ. അതോടുകൂടി നമ്മുടെ അടുക്കളയത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ലോഡ് പാത്രങ്ങൾ അപ്പുറത്ത് കഴുകാനായിട്ട് കിടക്കുന്നുണ്ട്. ആ പാത്രം കൊണ്ട് കൂടി കഴുകി വെക്കണം. പിന്നെ നമ്മുടെ കിച്ചണൊന്ന് തുടച്ച് വെടുപ്പാക്കി ഇടണം. അപ്പോൾ വിരുന്നാർ വരുന്നുള്ളൊരു ഇതിലാണ് കേട്ടോ, നമ്മളൊരു ആകാംക്ഷയാണ് ഇരിക്കണത്. അപ്പോൾ നമ്മൾ ഇത്തിരി വെടുപ്പിലൊക്കെ ഇടുമല്ലോ, എക്സ്ട്രാ കൂടുതൽ ഇടുമല്ലോ. അപ്പോൾ പിന്നെ എക്സ്ട്രാ കൂടുതലിട്ടത് അത് വെറുതെ പോയി, ആരും വന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളും. അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരുവിധം പണികളൊക്കെ തീർന്നു കേട്ടോ. പിന്നെ ഇനി മെയിൻ പണിയുള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഉള്ള വീട്ടുകാർ ടൂർ പോയേക്കണം കേട്ടോ. അപ്പോൾ അവർക്ക് കുറേ ജാതിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ജാതിക്കായ ഒന്ന് പറക്കി വയ്ക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ജാതിക്കായ പറക്കാൻ പോകണത് 1.5 മണിക്കൂറിൻ്റെ പണിയാണ് കേട്ടോ. ജാതിക്കായ പറക്കൽ ഒത്തിരി അധികം പറമ്പുണ്ട്. അപ്പോൾ ജാതിക്കായൊക്കെ പറക്കി വരുമ്പോഴേക്കും ഒരു 11 മണിയൊക്കെ ഏകദേശം ആവും. അതിനു മുമ്പ് നമ്മുടെ എല്ലാ പരിപാടികളും കഴിച്ച് വെക്കണം ഇവിടുത്തെ. അത് കഴിഞ്ഞ് ജാതിക്കായ പറക്കൽ കഴിഞ്ഞിട്ട് വേണം ഇവിടെ നമ്മുടെ അലക്കലും പിടിക്കലൊക്കെ ആവാനായിട്ട്. പിന്നെയാണ് ചോറ് ഉണ്ണാനുള്ളൊരു തയ്യാറെടുപ്പ്. അപ്പോൾ നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് കിച്ചണൊക്കെ ഒന്ന് വെടുപ്പാക്കി ഇടാം. അതിന് മുമ്പ് ചേട്ടൻ പോയി കുളിച്ച് വിളക്കൊക്കെ വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട്.
അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് കുറച്ച് കഞ്ഞിയൊക്കെ കൊടുത്തു. പിന്നെ അവൾക്ക് ചുമയുണ്ട് കേട്ടോ. അപ്പോൾ ചുമയ്ക്ക് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 തരം മരുന്നുണ്ട്. ആ മരുന്നൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ജാതിക്കായ പറക്കാനായിട്ട് പോയിട്ട് അങ്ങനെ ഒരു 11 മണി കഴിഞ്ഞു. ജാതിക്കായ പറക്കി കഴിഞ്ഞ് വന്നപ്പോൾ 9 മണിക്ക് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അന്ന് നേരത്തേട്ടോടുകൂടെ കഴിഞ്ഞു. അപ്പോൾ 11 മണി ആയപ്പോഴേക്കും ഇതാ ജാതിക്കായ പറക്കി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ കുഞ്ഞിപ്പെണ്ണ് ഫോണിൽ പാട്ട് വെച്ച് കൊടുത്തിട്ടാണ് പോയതേ. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഒന്നും പറ്റിയില്ല, ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേണ്ട ജാതിക്കായൊക്കെ പറക്കി വെയിലത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. വെയിലത്ത് ഇത് മഴ കൊണ്ടേക്കണ കാരണേ നന്നായിട്ടൊന്ന് ചിളുത്തേക്കണ പോലെ ഉണ്ട് കേട്ടാകെ. അപ്പോൾ ഞാൻ വെയിലത്ത് ഇട്ടതാണ്, കേടാക്കി കളയണ്ടെന്ന് വെച്ചിട്ട് വെയിലത്ത് ഇട്ടതാണ് കേട്ടോ. ഈ വക കാര്യങ്ങളൊന്നും അറിയില്ല, ഇതിൻ്റെ ഇത് എങ്ങനെ എടുക്കുക എങ്ങനെ എടുക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അത് ഞാൻ വലിയ കാര്യത്തിൽ തൊടാനൊന്നും നിന്നില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ 2 ദിവസത്തെ ജാതിക്കായാണ് കേട്ടോ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ജാതിക്കായൊക്കെ വെയിലത്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ അലക്കാനായിട്ടാണ് പോയത്. അപ്പോൾ വേഗം അലക്കൊക്കെ കഴിഞ്ഞു. അലക്കും കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ടാണ് പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അഴുക്കൊക്കെ ആയ കാരണം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചാൽ അലക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുണികളൊക്കെ ഒന്ന് തോരിട്ട് കഴിഞ്ഞിട്ട് വേഗം പോയി കുളിക്കാം. കുളി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനിരിക്കാനായിട്ട്. അങ്ങനെ തുണികളൊക്കെ തോരിട്ട് കഴിഞ്ഞ് വേഗം പോയി കുളിച്ചു വിട്ടാൽ പിന്നെ നമ്മുടെ വിശപ്പിൻ്റെ വിളീനെ അടക്കണ്ടേ. അപ്പോൾ ആ വിളി അടക്കാനായിട്ട് ചോറ് എടുക്കണം. ഒരു 11:30 നമ്മൾ ചോറുണ്ട്. അപ്പോൾ ചോറിന് എന്നിട്ട് മീൻകറി ഉണ്ട്, മീൻ വറുത്തുണ്ട്, അതും കൂടി കഴിച്ച് അച്ചാറും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി കൂട്ടി നന്നായിട്ടൊരു ഊണങ്ങനെ കഴിച്ചു. 2 നടത്തില്ല കേട്ടോ, ഒരെണ്ണെടുത്തുള്ളൂ. നമ്മുടെ വിരുന്നുകാർ വരാനുള്ളൊരു തയ്യാറെടുപ്പിൽ നമ്മളെല്ലായിടത്തും കഴിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഒരെണ്ണെടുത്തുള്ളൂ. അവിടെ വെച്ച് ബാക്കി തലകളൊക്കെ ഞാൻ പറക്കിയെടുത്തു കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ വേഗത്തോടു കൂടി കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വെറുതെ ഒന്ന് മനക്കുളങ്ങരയ്ക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ടൊന്ന് പോയി. അപ്പം എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് ചേട്ടൻ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ മനക്കുളങ്ങരയ്ക്ക് വെറുതെ പോയതാണ്. എന്നും പോണ പോലെ തന്നെയാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് പോയി വരിക അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു വൈകുന്നേരം വരെ അവിടെ നിൽക്കാമെന്നാണ് വിചാരിച്ചത്. വൈകുന്നേരത്തിൽ ചേട്ടൻ വന്ന് കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇത്തിരി നേരത്തെ അങ്ങോട്ട് പോരേണ്ടി വന്നു. നമുക്ക് നല്ല വേദനയും സങ്കടമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. അപ്പോൾ ഞാൻ പോയപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്ക് വയ്യാണ്ടായി. ഇന്നലത്തെ ദിവസം കിടപ്പൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അത് കാരണം പോയി അതുപോലെ തന്നെ അങ്ങോട്ട് തിരിച്ചു പോകുന്ന പോലെയായി. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് പോയി വരാമെന്നുള്ള ദൂരം തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് പോയി അമ്മേനെ കാണണം തോന്നുമ്പോൾ, അമ്മേനെ അപ്പനൊക്കെ കാണണം തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരിക, അങ്ങനെയുള്ളൂ. പിന്നെ കൊടരയ്ക്കൊക്കെ പോകുമ്പോൾ എന്ന് കൊടരയ്ക്ക് പോയാലും അവിടെ കയറിയിട്ടാണ് വരണത് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ വലിയൊരു പോവാത്തൊരു സങ്കടം അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ വീട്, എൻ്റെ ഒരു കുഞ്ഞ് വീട്. അപ്പോൾ ഇവിടെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂക്കുമണിയുടെ പിറന്നാളായിരുന്നു ഇന്ന്, നാൾ വെച്ചിട്ടുള്ള പിറന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കൂക്കുമണിയുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയേക്കായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും കുഞ്ഞിപ്പെണ്ണും അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പച്ചന് പണി ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചൻ്റെ പണിക്ക് പോയി. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് അവിടെ എത്തിയപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണിൻ്റെ സ്ഥിരം ശീലമാണത് അമ്മാമ്മയുടെ ഫോൺ എടുത്ത് ഫോണിൽ പാട്ട് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്നൊരു കൊഞ്ചലും കഴിഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ അണ്ണാങ്കുഞ്ഞ് നമ്മുടെ ഒരു പഴുത്ത മാങ്ങ നിൽക്കുന്നുണ്ട്, അത് കായുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് പോയതാണ്. പക്ഷെ നമ്മുടെ ഫോൺ അത്ര ഇതില്ലാത്ത കാരണം വീഡിയോയിൽ അണ്ണാങ്കുഞ്ഞിനെ കിട്ടിയില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അവിടെ ഒരു അണ്ണാങ്കുഞ്ഞുണ്ട് മാങ്ങയുടെ മുകളിൽ. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് എടുത്തു എന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ വന്നത് പ്രമാണിച്ച് അമ്മ എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഇതൊരു കോഴിക്കോട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അന്ന് നമ്മൾ ഓശാനഞ്ഞാറിൻ്റെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അത് ഇന്ന് ഉണ്ടാക്കുകയാണ് കോഴിക്കോട്ട. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ കഴിക്കാനായിട്ടെന്ന് വിചാരിച്ചിട്ട് അമ്മ ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ നാളികേരം വിളയിച്ചതാണ്. പിന്നെ കോഴിക്കോട്ട കഴിക്കാനൊന്നും നിന്നില്ല. ജസ്റ്റ് ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു, ചായയൊക്കെ കുടിച്ച് ഇങ്ങോട്ട് തിരിച്ചു പോന്നു. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മളങ്ങനെ പോയിപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല, അത് വിചാരിച്ച് പോയതാണ്. പിന്നെ പോയിപ്പോൾ ഇങ്ങോട്ട് വേഗം തിരിച്ച് പോന്നു. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. ഇത്രയേ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ, ഞങ്ങളുടെ വിശേഷങ്ങൾ. കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഒരു മെമ്പർ ആവുക, നമ്മുടെ ഫാമിലി വലിയ ഫാമിലി ആക്കണ്ടേ. അപ്പോൾ എല്ലാവരും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.